കാക്ക ഏകാദശി നോറ്റ കഥ. ഏകാദശി എന്ന് തന്നെ കുട്ടികൾ കേൾക്കുന്നുണ്ടോ ഇപ്പോൾ? അറിയില്ല. അറിയാം അല്ലേ? ഏകാദശി അറിയാം. ഏകാദശി നാൾ എങ്ങനെയാ വെച്ചാൽ ശുദ്ധം പച്ച വെള്ളം പോലും, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ അങ്ങനെയായിരുന്നു, പച്ച വെള്ളം പോലും കുടിക്കില്ല ഏകാദശി. അപ്പോൾ ഒരു കാക്ക വലിയ പൂർണ്ണത്രയീശൻ്റെ ഭക്തനാണ്. അത് ഏകാദശി നോറ്റു. ഏകാദശി നോറ്റ് നാമം ജപിച്ച് ഇങ്ങനെ ഇരിക്കുക. വിശന്ന് വയ്യാണ്ടാവേ, വെള്ളം പോലും കുടിക്കണില്ല. അങ്ങനെ ഏകാദശി നോറ്റ് പിറ്റേ ദിവസം രാവിലെ എണീറ്റു. വേഗം വന്ന് ഈ തീർത്ഥം അമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഓവർ അഭിഷേകം കഴിയുമ്പോൾ ഓവർ കാക്കയെ അകത്തേക്ക് കയറ്റും. അതുകൊണ്ട് കാക്ക പാവം ആ തീർത്ഥം സേവിച്ച് ഒരു വാഴക്കൈമരുന്ന് പ്രകാശമായിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ ഇരിക്കുക, വയ്യായേ ഉണ്ട് പാവം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാറ്റ് വന്നു, ആ വാഴയുടെ തണ്ടങ്ങ് ഒടിഞ്ഞു പിരിയും. അപ്പോൾ ഒരു മുള്ള് കാലുമ്മ കയറി, കിർന്ന് വേദന കൊണ്ട് വയ്യ. അപ്പോൾ അവിടെ ഒരു കാട്ടിലൊരു ഡോക്ടറുണ്ടേ. ആ ഡോക്ടറുടെ വീട്ടിൽ പോയി പറഞ്ഞു, എൻ്റെ കാലുമ്മ മുള്ള് കയറി, ഇന്നലെയൊന്നും കഴിച്ചിട്ടുമില്ല. നോക്കട്ടെ പറഞ്ഞു, വലിച്ചു തന്നു. മരുന്ന് വലുതും വേണോ? ആൻറ്റിബയോട്ടിക് വേണം. അപ്പോൾ കാക്കയ്ക്ക് തൊണ്ടിപ്പഴമാണ്. തൊണ്ടിപ്പഴം എന്ന് പറഞ്ഞാൽ ചുമന്നൊരു പഴമുണ്ട്. ഒരു തൊണ്ടിപ്പഴം പറിച്ച് തിന്നാൽ മതി, വേദനയൊക്കെ മാറുന്നുണ്ട്. ഈ കാലുവേദനയും വച്ചുകൊണ്ട് പാവം പറന്ന് നടന്ന് നോക്കിയപ്പോൾ ഒരു തൊണ്ടിപ്പഴത്തുമ്പോൾ ഒരു ചുമന്ന തൊണ്ടിപ്പഴമുണ്ട്. അത് പറിച്ചു ഒരു കിണറ്റിൻ്റെ കരയ്ക്ക് വെച്ച് അത് തിന്നാന്ന് വിചാരിച്ച് കൊത്തി നോക്കിയപ്പോൾ അത് ഉരുണ്ട് കിണറ്റിൽ പോയി. പാവം പട്ടിണി കിടന്നിരിക്കുകയാണേ. ആകെ കിട്ടിയ തൊണ്ടിപ്പഴം എന്തേ താഴെ. ഇനി എന്താ ചെയ്യുക? ഇത് കഴിച്ചാൽ കാട്ടിലൊന്നും വേറെ തൊണ്ടിപ്പഴം കണ്ടിട്ടില്ല. അപ്പോൾ ഇത് തപ്പി എടുക്കണം. അപ്പോൾ എന്തു ചെയ്യും? ഒരു കാലുകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ കാലുമ്പോൾ നല്ലൊരു പാദസരം. മറ്റേ കാലുകൊണ്ട് തപ്പി സ്വർണ്ണ പാദസരം. മറ്റേ കാലം കൈകൊണ്ട് തപ്പിയപ്പോൾ വള, രണ്ട് കയ്യുമേ വളയായി. പിന്നെ എന്താ ചെയ്യുക? മൂക്കൊണ്ട് തപ്പി. അപ്പോൾ ഒരു വൈര മൂക്കൂത്തി. എന്തല്ലേ പൂർണ്ണത്രയീശൻ്റെ കാരുണ്യം. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു കഴുത്തോണ്ട് തപ്പാൻ. കഴുത്തോണ്ട് തപ്പോൾ എന്താ കിട്ടിയ? നല്ലൊരു നെക്ലസ്. അത് കഴിഞ്ഞ് മുഴുവൻ കൂടെ തപ്പാന്ന് വിചാരിച്ച് അങ്ങ് താന്നപ്പോൾ എന്താ? കമ്മലും കിട്ടി. കാതുകൊണ്ട് തപ്പിയപ്പോൾ കമ്മൽ കിട്ടി. മുഴുവനും കൂടെ വൂളിയിട്ട് താഴത്തേക്ക് പോയി. തൊണ്ടിത്തപ്പഴം നോക്കിയാൽ പോണേ. പൊങ്ങിയപ്പോൾ എന്താ? ഒരു സ്വർണം കൊണ്ടൊരു കുപ്പായം, പൂർണ്ണത്രയീശനെ പോലെ സ്വർണം കൊണ്ടൊരു കുപ്പായമൊക്കെ ഇട്ടങ്ങനെ. അയ്യോ! പിന്നെ നോക്കിയപ്പോൾ ഒരു പാത്രം നിറച്ച് തൊണ്ടിപ്പഴങ്ങൾ. ഭക്ഷണേണി തലേ ദിവസം. അപ്പം നിറച്ച് ഭക്ഷണവും കഴിച്ച് ഈ സുന്ദരിക്കുട്ടിയായിട്ട് കാക്ക അതിൻ്റെ കൂട്ടിലേക്ക് പോയി. അപ്പോൾ തൊട്ടപ്പുറത്തൊരു കുശുമ്പി കാക്കയാണ് താമസിക്കണേ. ഇതെങ്ങനെയാണ് നിനക്ക് ഇതൊക്കെ കിട്ടിയേ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഏകാദശി നോറ്റു, എന്നിട്ട് തൊണ്ടിപ്പഴം താഴെ വീണു, അത് തപ്പിപ്പോയപ്പോഴാണ് എനിക്ക് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ ചെന്നാൽ ഞാനും ഏകാദശി നോറ്റൊന്നുമില്ല. വാഴക്കൈമ പോയിരുന്നു, ഒടിഞ്ഞില്ല, കൊത്തി ഒടിച്ചു. കാലുമ്മ മുള്ള് കയറിയില്ല, കുത്തി കയറ്റി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ തൊണ്ടിപ്പഴം മരുന്നതാണ് ആൻറ്റിബയോട്ടിക്, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി. തൊണ്ടിപ്പഴമൊന്നും അവിടെ കാട്ടിലില്ല. പിന്നെ ഒരു പച്ച തൊണ്ടിപ്പഴം കിണറ്റിൻ്റെ കരയ്ക്ക് പോയി, അത് വീഴണില്ല, കൊത്തി കിണറ്റിലേക്ക് ഇട്ടു. കുശുമ്പി കാളിയാണേ. അപ്പോൾ എന്ത് പറ്റി? ആദ്യം ഒരു കാലുകൊണ്ട് ഇപ്പോൾ ഒരു തവള വന്ന് കിർ ഒരു കഴിച്ചു. മറ്റേ കാലുകൊണ്ട് കടിച്ചപ്പോൾ ഒരു മത്സ്യം വന്ന് കിർ കഴിച്ചു. പിന്നെ മൂക്കോണ്ട് തപ്പിയപ്പോൾ ഒരു ഞണ്ട് വന്നിങ്ങനെ പിടിച്ചു. പിന്നെ കഴുത്തോണ്ട് തപ്പിയപ്പോഴോ ഒരു പാമ്പ് വന്ന് തപ്പി. മുഴുവൻ കൂടെ തപ്പിയപ്പോൾ എന്താ? ഒരു മുതല വന്നു. പിന്നെ എന്താ ഗുണപാഠം? കുശുമ്പരുത്, കാട്ടീത് കാട്ടരുത്. ഒരാളെ പോലെ ആവണം. മറ്റാൾക്ക് ഒരു ഐശ്വര്യം വന്നാൽ നമ്മൾ അതിൽ സന്തോഷിക്കുകയേ പാടുള്ളൂ. ഇങ്ങനെ കള്ളത്തരമായിട്ട് ഏകാദശി നോറ്റിട്ട് ഒരു ഫലമില്ല.